തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഗേറ്റ് മിനിസ്ട്രിയുടെ പല ദുരുപദേശങ്ങളും വചന നിശ്ചയമില്ലാത്ത സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. റോമർ മുതൽ ഫിലോമോൻ വരെയുള്ള 13 ലേഖനങ്ങൾ മാത്രമാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളത്. ക്രിസ്ത്യാനികൾ സ്നാനമേൽക്കേണ്ട, ഇങ്ങനെ ഒട്ടനവധി ദുരുപദേശങ്ങളുമായി കടൽ കടന്നു വന്ന നവീന ദുരുപദേശ സംഘത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 2 പെന്തക്കോസ്ത് നാളിലല്ല പുതിയ നിയമസഭയുടെ ആരംഭം എന്ന ദുരുപദേശം വചന വെളിച്ചത്തിൽ വിശകലനം ചെയ്യുകയാണ് PM എബ്രഹാം ഈ വീഡിയോയിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. അപ്പോസ്തലനായ പൗലോസിലൂടെയാണ് സഭ ആരംഭിച്ചത് എന്ന ഗേറ്റ് ചർച്ചുകാരുടെ ഉപദേശം വചനവിരുദ്ധമാണ് എന്നതിനുള്ള 4 കാരണങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കണ്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി നിശ്ചയമായും നൽകുന്നതുമായിരിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സഭ ആരംഭിച്ചത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2 പെന്തക്കോസ്ത് നാളിൽ ആണെന്നതിനുള്ള മറ്റു ചില തെളിവുകൾ കൂടിയാണ്. സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് ദിവസമാണോ അതോ പൗലോസിൻ്റെ മാനസാന്തരത്തിന് ശേഷമാണോ? ഇത് മനസ്സിലാക്കാൻ ഏറ്റവും സഹായകരമായ കാര്യം സഭ എന്താണ് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നതാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. കൊലോസ്യ ലേഖനം 1:18, എഫേസ്യർ 1:22-23, 1 കൊരിന്ത്യർ 12:13 ഈ വാക്യങ്ങളിൽ ഈ സത്യം വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നതും ഒരു മർമ്മമായിരുന്നതുമായ സഭയാകുന്ന ഈ ശരീരം എന്നാണ് ചരിത്രത്തിൽ ആരംഭിച്ചത് എന്നതാണ് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ ഈ 3 വാക്യങ്ങളിൽ 1 കൊരിന്ത്യർ 12:13 വാക്യം മാത്രം ഒന്ന് വായിക്കാം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം 1 കൊരിന്ത്യർ 12:13 പറഞ്ഞിട്ടുള്ള ഈ സ്നാനം പരിശുദ്ധാത്മസ്നാനമാണെന്നും യഹൂദനും ജാതിയും ആത്മസ്നാനത്താൽ സഭയുടെ ഭാഗമാകുന്നു എന്നും ഈ ഗേറ്റ് ചർച്ചുകാർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യം തെളിയിക്കുവാൻ വളരെ എളുപ്പവുമാണ്. ഗേറ്റ് ചർച്ച് പ്രസിദ്ധീകരിച്ച ബൈബിൾ ഒരു വിശാല വീക്ഷണം എന്ന പേരിലുള്ള ഈ പുസ്തകത്തിൻ്റെ 88-ാമത്തെ പേജിൽ ആത്മസ്നാനത്താൽ യഹൂദനെയും ജാതികളെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി എന്ന് രേഖപ്പെടുത്തത് ഞാൻ വായിക്കുകയുണ്ടായി. അവരുടെ എപ്പിസോഡ് നമ്പർ 92 ഇത് അവർ സമ്മതിക്കുന്നുമുണ്ട്. അതുകൊണ്ട് സഭ എന്നാണ് ആരംഭിച്ചതെന്ന് അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ആത്മസ്നാനം എന്നാണ് ചരിത്രത്തിൽ ആദ്യമായി നടന്നത് എന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രം മതിയാകും. ഗേറ്റുകാരുടെ ഉപദേശപ്രകാരമാണെങ്കിൽ ആത്മസ്നാനം നടന്നത് അപ്പോസ്തല പ്രവൃത്തി 13 കാരണം അവർ പറയുന്നത് പൗലോസിലൂടെയാണ് അല്ലെങ്കിൽ പൗലോസിൻ്റെ മാനസാന്തരത്തോടെയാണ് സഭ ആരംഭിച്ചത്. പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളായ ആത്മാദിവാസം, ആത്മാചാരം, ആത്മമുദ്ര, അതുപോലെ ആത്മാ അഭിഷേകം, ആത്മനിറവ്, ആത്മാ സ്നാനം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. ഒരു അവിയൽ പരുവത്തിലാണ് അവരെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പല വീഡിയോകളും ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. പുതിയ അധ്യാപകരല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർക്ക് ആശ്വസിക്കുകയും ചെയ്യാം. ആത്മസ്നാനം എന്താണെന്ന കാര്യവും ആത്മസ്നാനം ചരിത്രത്തിൽ എന്നാണ് ആദ്യമായി നടന്നത് എന്നുള്ള കാര്യവും നമുക്ക് അറിയാമെങ്കിൽ ക്രിസ്തീയ സഭ എന്നാണ് ആരംഭിച്ചത് എന്നുള്ളതും വളരെ വേഗം എളുപ്പം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഞാൻ ക്രിസ്തീയ സഭ എന്ന് എടുത്തു പറയാനുള്ള കാരണമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന സഭ എന്ന പ്രയോഗം യഹൂദ സഭയെ ഉദ്ദേശിച്ചാണ് എന്ന് ഈ കൾട്ടുകൾ പലപ്പോഴും പഠിപ്പിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ക്രിസ്തീയ സഭ എന്ന് എടുത്തെടുത്ത് പറയുന്നത്. പരിശുദ്ധാത്മ സ്നാനം എന്നത് പുതിയ നിയമത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പഴയ നിയമത്തിൽ ആത്മസ്നാനം ഇല്ലായിരുന്നു. കാരണം പഴയ നിയമത്തിൽ സഭ അഥവാ ക്രിസ്തീയ സഭ ഇല്ലായിരുന്നു.
സഭ പഴയ നിയമത്തിൽ ഒരു മർമ്മമായിരുന്നു എന്നുള്ള ആ സത്യം ഗേറ്റുകാരും പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പരിശുദ്ധാത്മ സ്നാനം എന്ന് നേരിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും 7 വാക്യങ്ങളിലാണ്. സുവിശേഷങ്ങളിൽ 4 വാക്യങ്ങൾ, അത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 3:11, മർക്കോസ് സുവിശേഷം 1:8, അതുപോലെ ലൂക്കോസ് 3:16, യോഹന്നാൻ 1:33 ആണ് ആ വാക്യങ്ങൾ. പ്രവർത്തന പുസ്തകത്തിൽ 2 വാക്യങ്ങൾ ആത്മസ്നാനത്തെക്കുറിച്ചുണ്ട്. 1:5 യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. 11:16 പത്രോസ് ആത്മസ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ 12:13 പൗലോസും ആത്മസ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്നാപക യോഹന്നാനും യേശുക്രിസ്തുവും ആത്മസ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ ഭാവികാല രൂപത്തിലാണ്. എന്നാൽ പത്രോസും അതുപോലെ പൗലോസും ആത്മസ്നാനത്തെക്കുറിച്ച് പറഞ്ഞത് മുൻപ് നടന്ന ഒരു സംഭവം എന്ന നിലയിൽ ഭൂതകാല പ്രയോഗത്തിലാണ്, അല്ലെങ്കിൽ ഭൂതകാല രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ആത്മസ്നാനത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്യം മാത്രം ഞാൻ ഒന്ന് വായിക്കാം. മർക്കോസ് സുവിശേഷം 1:8 വാക്യം. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ആത്മസ്നാനത്തെക്കുറിച്ചുള്ള 5ാമത്തെ വാക്യം ഒലിവ് മലയിൽ വെച്ച് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ള വാക്യമാണ്. പ്രവർത്തന പുസ്തകം 1:5 വാക്യത്തിൽ അതിങ്ങനെയാണ്: യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അധികം ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മ സ്നാനം ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യമാണ് പ്രവർത്തന ദിവസം 1:5 വാക്യത്തിൽ ഈ കാര്യം കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്. പിതാവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന കാര്യം ശിഷ്യന്മാരോട് ഇതിനു മുൻപും, അതായത് തൊട്ട് മുൻപിൽ പുറയിലുള്ള വാക്യത്തിൽ 1:4 വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അവിടെ പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അവിടെയും ആത്മാവിനെ സംബന്ധിച്ചാണ് 1:4 വാക്യത്തിലും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളത്. യോഹന്നാൻ സുവിശേഷം 16:7 വാക്യത്തിൽ കർത്താവ് പറഞ്ഞതും വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇതാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്. പ്രവർത്തന ദിവസം 1:5 പറഞ്ഞ വാക്യം ഒന്നുകൂടെ നമുക്ക് ആവർത്തിക്കാം. നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇത് പറഞ്ഞ ശേഷം കർത്താവ് എന്ത് ചെയ്തു? തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് കയറിപ്പോയി. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഭൂമിയിലേക്ക് അയക്കുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയച്ചു. പെന്തക്കോസ്ത് ദിവസം, അപ്പോസ്തലപ്രവൃത്തി ദിവസം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം നടന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. സഭയുടെ രൂപീകരണം നടന്ന ദിവസമായിരുന്നു അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്ന ആ പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ പ്രാധാന്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് മനസ്സിലാക്കിയാൽ, ഈ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയാൽ, അപ്പോസ്തലപ്രവൃത്തി 2-ൽ ആണ് സഭയുടെ ആരംഭം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാനും ഈ ഗേറ്റുകാരുടെ ഈ ദുരുപദേശം പൊളിക്കുവാനും നമുക്ക് കഴിയും. AD 33-ാം ആണ്ടിൽ നടന്ന അപ്പോസ്തലപ്രവൃത്തി 2-ലെ ആ പെന്തക്കോസ്ത് പെരുന്നാളിന് ഏറെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമായിരുന്നു അന്നത്തെ ആ പെന്തക്കോസ്ത് നാൾ. സഭായുഗം അഥവാ കൃപായുഗത്തിൻ്റെ ആരംഭമായിരുന്നു അന്ന് നടന്നത്. AD 33-ൽ യെരുശലേമിൽ നടന്ന ആ പെന്തക്കോസ്ത് പെരുന്നാൾ മറ്റ് ഒരു പെരുന്നാൾ, അതിനുപോലെയുള്ള പെരുന്നാൾ ഇതിനു മുൻപോ അതിനുശേഷമോ നടന്നിട്ടില്ല. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം 120 ശിഷ്യന്മാർ ഒരു മനസ്സോടെ 10 ദിവസമായി കാത്തിരുന്നതിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു ആ പെന്തക്കോസ്ത് നാൾ. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം അന്നുണ്ടായതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു. അതുപോലെ അഗ്നിജാല പോലെ പിളർന്ന നാവുകൾ ശിഷ്യന്മാരുടെ മേൽ അന്ന് പതിഞ്ഞതായി നമ്മൾ അവിടെ വായിക്കുന്നു. ഗലീലയിൽ നിന്നുള്ളവരും പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ യേശുവിൻ്റെ ശിഷ്യന്മാർ ഏകദേശം 17ഓളം വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വന്ന വ്യക്തികളുടെ ഭാഷകളിൽ
ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ സംസാരിച്ച ഒരു ദിവസമായിരുന്നു ആ പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പെരുന്നാളെ അന്ന് കൂടി വന്ന 10,000-ങ്ങളെ അത്ഭുത പരതന്ത്രാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. അവർ ഭ്രമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങൾ അന്ന് അവിടെ ഉണ്ടായി. ഗുരുവിനെ മാനുഷിക ഭയം നിമിത്തം 3 വട്ടം തള്ളിപ്പറഞ്ഞ ഭീരുവായ പത്രോസ് ആയിരങ്ങളോട് ഭയാശങ്കയില്ലാതെ ദൈവവചനം ശക്തമായി സംസാരിച്ച ഒരു ദിവസമായിരുന്നു ആ പെന്തക്കോസ്ത് പെരുന്നാൾ. ചരിത്രത്തിൽ ആദ്യത്തെ സുവിശേഷ പ്രസംഗം അന്നാണ് നടന്നത്. പിന്നീട് അതുപോലെ ഒരു പ്രസംഗം, അതുപോലെ ഒരു കൺവെൻഷൻ നടന്നിട്ടില്ല. 3000-ഓളം ആളുകൾ ഒറ്റ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിലേക്ക് മാനസാന്തരപ്പെട്ടു വന്ന ഒരേ ഒരു സംഭവം അത് മാത്രമാണ്. ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭം കുറിച്ച ദിവസമായിരുന്നു, കൃപായുഗത്തിൻ്റെ അഥവാ സഭായുഗത്തിൻ്റെ ആരംഭം കുറിച്ച ദിവസമായിരുന്നു അന്നത്തെ ആ പെന്തക്കോസ്ത് പെരുന്നാൾ. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ പുതിയ നിയമസഭ അന്ന് പെന്തക്കോസ്ത് നാളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. യോഹന്നാൻ സ്നാപകൻ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തു അപ്പോസ്തലപ്രവൃത്തി 1:5 പരിശുദ്ധാത്മ സ്നാനം എന്ന നിലയിൽ പറഞ്ഞ ആ കാര്യങ്ങൾ നിറവേറിയ നടന്ന സംഭവമാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ ആ പെന്തക്കോസ്ത് പെരുന്നാൾ. ആത്മസ്നാനം നടന്നത് അന്നാണെന്ന് ഗേറ്റുകാരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അവരുടെ വീഡിയോയിൽ നിന്നും ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്ന ആത്മപകർച്ചയെക്കുറിച്ച് പിന്നീട് യെരുശലേം സഭയിലെ മൂപ്പന്മാർ പത്രോസിനോട് വിശദീകരണം ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞതും ഈ സംഭവം ആധാരമാക്കിയാണ്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ നടന്നത് 1-5 വാക്യത്തിൽ സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞ ആ ആത്മസ്നാനമാണ് എന്നുള്ളത് 11:16 അപ്പോസ്തലപ്രവൃത്തി 11:16 സ്ഥിരീകരിക്കുകയാണ് പത്രോസ് അവിടെ ചെയ്തത്. ആ വാക്യമാണ് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള 6-ാമത്തെ വാക്യം 11:16. ഇത് പത്രോസ് പ്രസ്താവിച്ചതാണ്. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ഇതിലൂടെ പത്രോസ് വ്യക്തമാക്കിയത് എന്താണ്? യെരുശലേമിലെ മൂപ്പന്മാരോടാണ് പത്രോസ് ഈ കാര്യം പറയുന്നത്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2-ൽ നടന്നത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതും യേശുക്രിസ്തു അപ്പോസ്തലപ്രവൃത്തി 1:5 സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് പറഞ്ഞതുമായ ആത്മസ്നാനമാണ് എന്നുള്ള സത്യമല്ലേ? ഇനി നമ്മൾ ആത്മസ്നാനം എന്ന് നേരിട്ട് പറഞ്ഞ 7-ാമത്തെ അല്ലെങ്കിൽ ഒടുവിലത്തെ വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെയാണ്: യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റു, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഈ ആത്മസ്നാനത്തെ കുറിച്ച് യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തുവും പത്രോസും പറഞ്ഞ വാക്യങ്ങൾ നമ്മളെ പരിശോധിക്കുകയുണ്ടായി. അതിലൊന്നും ഈ ആത്മസ്നാനം എന്താണ് എന്ന ആ വാക്യങ്ങൾ പത്രോസ് പറഞ്ഞതോ അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞതോ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആത്മസ്നാനത്തിലൂടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് അതിന് സഹായകമായ ഏക വാക്യം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 12:13 വാക്യമാണ്. ആത്മസ്നാനം യഹൂദനെയും ജാതികളെയും ഒന്നാക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. ഒരു ശരീരമാക്കുവാനാണ് ആത്മസ്നാനം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ് അവിടെ പറഞ്ഞിട്ടുള്ള ഈ ശരീരം. ക്രിസ്തു തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭ എന്നാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 20:28 വാക്യത്തിൽ പൗലോസ് സഭയെ വിളിച്ചത്. പെന്തക്കോസ്ത് ദിവസം കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം കാത്തിരുന്ന 120 പേർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. അവരെ യെരുശലേം സഭയുടെ സ്ഥാപക അംഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും. സാർവത്രിക സഭ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, യൂണിവേഴ്സൽ ചർച്ച്, ആ സഭയുടെ ആരംഭമാണ് അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 2-ാമത്തെ അധ്യായം. ആത്മസ്നാനം ആദ്യം നടന്നത് പെന്തക്കോസ്ത് നാളിനാണെന്ന് ഗേറ്റുകാർ പറയുന്നുണ്ട്. അപ്പം അന്ന് ഈ ആത്മസ്നാനത്താൽ 120 പേരെന്ത് ചെയ്തു? അവിടെ അവയാൽ ഒരു സഭ രൂപപ്പെട്ടു. ആ സഭയോടാണ് 3000 പേരെ
പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ട 3000 പേർ ചേർന്നത്. അപ്പോസ്തലപ്രവൃത്തി 2:47 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു എന്ന്. മത്തായിയുടെ സുവിശേഷം 16:18 കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, എൻ്റെ സഭയെ പണിയും എന്ന് മത്തായി 16:18 കർത്താവ് പറയുമ്പോൾ അന്ന് അങ്ങനെ ഒരു സംവിധാനം, ഒരു സഭയില്ലായിരുന്നു. ഞാൻ എൻ്റെ സഭയെ പുനർനിർമ്മിക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. അന്ന് ഇല്ലാതിരുന്ന ഒന്ന് ഞാൻ പണിയും എന്നാണ് കർത്താവ് മത്തായി 16:18 പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അതാണ് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2 രൂപപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം 16:18 ശേഷം സഭയെക്കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നത് പ്രവർത്തന ദിവസം 2:47 വാക്യത്തിലാണ്. പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തലപ്രവൃത്തി 2 പുതിയ നിയമ സഭ ആരംഭിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്, പൗലോസിലൂടെ അല്ല എന്നുള്ളതിൻ്റെ ധാരാളം തെളിവുകളെ ഇത് കൂടാതെ ഉണ്ട്. എന്നാൽ ഈ വീഡിയോ ദീർഘമാകും, അതിൻ്റെ ദൈർഘ്യം വർദ്ധിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ മാത്രം ആണ്, പൗലോസിലൂടെ അല്ല പെന്തക്കോസ്ത് നാളിലാണ് സഭ ആരംഭിച്ചത് എന്നതിൻ്റെ തെളിവായിട്ട് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ സഹപ്രവർത്തനായിരുന്ന ഒരു വ്യക്തിയാണ് ബർന്നബാസ്. ആ ബർന്നബാസിനെ നമ്മളെ കാണുന്നത് പ്രവർത്തന പുസ്തകം അതിൻ്റെ 4:36-37 വാക്കിലാണ് ആദ്യം നമ്മളെ കാണുന്നത്. ഗേറ്റുകാരുടെ പഠിപ്പിക്കൽ അനുസരിച്ചാണെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെ രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച ഒരു യഹൂദനാണ് ഈ ബർന്നബാസ്. ഇവരുടെ ഉപദേശപ്രകാരമാണെങ്കിൽ പൗലോസിൻ്റെ മാനസാന്തരത്തിനും അതുപോലെ ക്രിസ്തീയ സഭ ആരംഭിക്കുന്നതിനും ഒക്കെ മുൻപുണ്ടായിരുന്ന യെരുശലേമിലെ യഹൂദ സഭയുടെ ഒരു അംഗമാണ് ഈ ബർന്നബാസ്. ബർന്നബാസ് ഒരു ക്രിസ്ത്യാനിയെ അല്ല. ഇത് ഞാൻ പറയുന്നതോ തിരുവെഴുത്ത് പറയുന്നതല്ല. ഗേറ്റുകാരുടെ ഉപദേശം അനുസരിച്ചാണെങ്കിൽ ബർന്നബാസ് ഒരു ക്രിസ്ത്യാനിയല്ല, ഒരു ക്രിസ്തീയ സഭയുടെ അംഗമേ അല്ല. കാരണം അപ്പോസ്തലപ്രവൃത്തി 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആ അധ്യായങ്ങളിലാണല്ലോ സഭ ആരംഭിച്ചതെന്ന് ഗേറ്റുകാർ പഠിപ്പിക്കുന്നത്. അതുപോലെ പ്രവർത്തന പുസ്തകം 11:22 നമ്മളെ ബർന്നബാസിനെ കാണുന്നുണ്ട്. അവിടെ ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നു. അവിടുന്ന് എന്ത് ചെയ്തു? താനെ ശൗലിനെ തിരഞ്ഞ് തർസോസിലേക്ക് പോയി. ആ ശൗലുമായി മടങ്ങി അന്ത്യോക്യ സഭയിൽ വന്നു. ആ കാര്യമൊക്കെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ അന്ത്യോക്യ സഭയിലേക്ക് യെരുശലേമിലെ സഭയാണ് ബർന്നബാസിനെ അയച്ചത്. ബർന്നബാസ് അവിടെ ചെന്ന് അവിടെ ചില നാളുകൾ പാർത്തു. അതിനിടയിലാണ് ശൗലിനെ തർസോസിൽ നിന്ന് കണ്ടെത്തി അന്ത്യോക്യ സഭയിലേക്ക് ഈ ബർന്നബാസ് മടങ്ങി വരുന്നത്, പൗലോസിനെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. ഇവിടെ വെച്ചാണ് ഈ അപ്പോസ്തലപ്രവൃത്തി ദിവസം 11 അധ്യായത്തിന്റെ 26 വാക്യത്തിലാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായി ലഭിക്കുന്നത്. പ്രവർത്തന ദിവസം 26:28 ക്രിസ്ത്യാനി എന്ന പേര് വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അപ്പോസ്തലനായ പത്രോസും ക്രിസ്ത്യാനി എന്ന പേര് അംഗീകരിച്ചു എന്നുള്ളത് 1 പത്രോസ് 4:16 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ബർന്നബാസും പൗലോസും അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരായും അതുപോലെ ഉപദേഷ്ടാക്കന്മാരായും ആ സഭയുടെ നേതൃത്വത്തിൽ ഉള്ളവരായിരുന്നു എന്നുള്ളത് പ്രവർത്തന പുസ്തകം അതിൻ്റെ 13 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഗേറ്റുകാരുടെ പഠിപ്പിക്കൽ പ്രകാരമാണെങ്കിൽ പൗലോസ് ഒരു ക്രിസ്ത്യാനിയാണ്. ആദ്യത്തെ ക്രിസ്ത്യാനി പൗലോസാണ്. ബർന്നബാസ് ഒരു ക്രിസ്ത്യാനിയെ അല്ല. കാരണം ഗേറ്റുകാർ പറയുന്നത് പൗലോസിലൂടെയാണ് സഭ ആരംഭിച്ചത്, പൗലോസാണ് ആദ്യത്തെ ക്രിസ്ത്യാനി. അങ്ങനെയാണെങ്കിൽ ഈ ബർന്നബാസ് ക്രിസ്ത്യാനി അല്ല, അദ്ദേഹം ഒരു യഹൂദ സഭയുടെ ഭാഗമാണ്. അദ്ദേഹം ഒരു യഹൂദ സഭയുടെ ഭാഗമായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണ്. എന്നാൽ പൗലോസിന്റെ മിഷണറി യാത്രയിൽ ബർന്നബാസും ഈ പൗലോസിനോടൊപ്പം സഹയാത്രികനായിരുന്നു എന്നുള്ളത് പ്രവർത്തന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ഉടനീളം ഈ ബർന്നബാസിനെ നമ്മൾ കാണുന്നത്. ആ കാലഘട്ടത്തിൽ ആരംഭിച്ച ആ ക്രിസ്തീയ സഭകളിലൊക്കെ ഈ ബർന്നബാസിന്റെ സ്ഥാനം എന്തായിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഈ ഗേറ്റുകാർ വ്യക്തമാക്കണം. ആ ക്രിസ്തീയ സഭകളിലൊക്കെ ബർന്നബാസ് ഏത് നിലയിലാണ്? ഒരു യഹൂദ സഭക്കാരൻ എന്ന നിലയാണോ വർത്തിച്ചത്, അല്ലെങ്കിൽ അവിടെ ആയിരുന്നത്? ആ ക്രിസ്തീയ സഭകളിലൊക്കെ ബർന്നബാസിന്റെ സ്ഥാനം എന്തായിരുന്നു? ഇത് ഗേ ചർച്ചുകാർ വിശദമാക്കേണ്ടത് ആവശ്യമാണ്. പൗലോസിന് മുമ്പ് സഭയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ബർന്നബാസ് എന്ന ഈ യുവാവ്. അല്ലെങ്കിൽ ഗേറ്റുകാർ പറയണം ബർന്നബാസ് ഒരു ക്രിസ്തീയ വിശ്വാസിയല്ല എന്നുള്ളത്. ഈ ബർന്നബാസ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ പൗലോസ് എന്തിന്
യഹൂദ ക്രിസ്ത്യാനിയായ യഹൂദ വിശ്വാസിയായ ഈ ബർന്നബാസുമായിട്ട് സുവിശേഷ വേലയിൽ സഹകരിച്ചു. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കൊരിന്ത്യരോട് പൗലോസ് ബർന്നബാസിനോടുള്ള ബന്ധത്തിൽ ബന്ധിപ്പിച്ച് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: അല്ല, വേല ചെയ്യാതിരിക്കാനും എനിക്കും ബർന്നബാസിനും മാത്രം അധികാരം ഇല്ല എന്ന് ഉണ്ടോ? പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ആ കാലഘട്ടത്തിലെ സഭകൾക്ക്, പ്രത്യേകിച്ച് കൊരിന്ത്യയിലെ സഭയ്ക്കും ഏറെ പരിചിതനായ വ്യക്തിയായിരുന്നു ഈ ബർന്നബാസ്. അപ്പോസ്തല പ്രവൃത്തി 2-ൽ അല്ല സഭ ആരംഭിച്ചത് എന്ന ഗേറ്റ് ഉപദേശത്തിന്റെ പൊള്ളത്തരമാണ് നാം ഇന്ന് ഇതിലൂടെയും വിശകലനം ചെയ്തത്. ഇവരുടെ ഓരോ ദുരുപദേശങ്ങളും തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ നാം ഭാവിയിൽ പഠിക്കുന്നതായിരിക്കും. ഈ കാലഘട്ടത്തിൽ വചനനിശ്ചയമില്ലാത്ത സാധാരണക്കാരായ വിശ്വാസികളെ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ തെറ്റിപ്പിക്കുന്ന ഈ ദുരുപദേശങ്ങൾക്കെതിരെ ദൈവജനം ഏറെ ജാഗ്രത ഉള്ളവർ ആകേണ്ടത് ആവശ്യമാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.